സരി ഗ രെ ഗ രെ ഗ രെ സധ സരി ഗ സരി ഗ രെ സ പ ഗ രെ സ പ ഗ രെ ധ സധ സരി ഗ രെ ഗ സരി ഗ രെ ഗ പ ധ പ ധ സരി ഗ രെ സധ സധ പ ഗ രെ. മധുവേച്ചി, സമയം എടുക്കാറായി കേട്ടോ. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, കല്യാണപ്പെണ്ണിന്റെ ലുക്കൊന്ന് കാണട്ടെ. അയ്യോ, എന്ത് ഭംഗിയാ കാണാൻ. ചേച്ചി, കണ്ണേട്ടൻ ഉറപ്പായും വീഴും. നീ എന്താ ഇവിടെ? നീ ചെല്ലാൻ നോക്ക്, ഞാൻ ഇവിടെ കൂട്ടി വന്നോളാം. ശരി മധുവേച്ചി, ഞാൻ പോവാണേ. മധു, ഇങ്ങ് നോക്കിയേ. നീ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ഇന്ന് നിന്റെ കല്യാണാണ് മധു. ഇറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. നീ ഇപ്പോഴും അതൊന്നും ആലോചിച്ചോണ്ടിരിക്കാതെ. എനിക്ക് പറഞ്ഞു മടുത്തു. എനിക്കറിയാം നീ ഇപ്പോഴും ഉണ്ണിയേട്ടന്റെ ഓർമ്മകളിലാണെന്ന്. ഇതിപ്പോ എത്ര കൊല്ലായി. മധു, നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്. എനിക്ക് പേടിയാവുന്നു നിന്റെ ഈ സ്വഭാവം കാണുമ്പോ. നീ പേടിക്കണ്ട, ഞാൻ കയ്യബത്തൊന്നും ചെയ്യില്ല. ഇത്രയും കൊല്ലം ഞാനിങ്ങനെ ജീവിച്ചില്ലേ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എടി, കണ്ണേട്ടനെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതല്ലേ. പിന്നെ എനിക്ക് നല്ല വിശ്വാസാ, കണ്ണേട്ടൻ നിന്നെ പൊന്നു പോലെ നോക്കും. അപ്പോ മക്കൾ ഇറങ്ങാറായല്ലേ? അതെ അങ്കിൾ, ഫ്ലൈറ്റ് 5:30-ക്കാണ്. മോനെ കണ്ണ, കല്യാണം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂടാ. ഇന്ന് തന്നെ പോണോ നിനക്ക്? എന്താടി ഇത്? അവന്റെ ഇഷ്ടല്ലേ ഇതൊക്കെ? അവൻ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. അമ്മ വിഷമിക്കണ്ട, നമ്മളൊരു 2-3 മാസം കഴിഞ്ഞ് വരാം, ഒരു ലോങ് ലീവുമായിട്ട്. ആ, നിന്റെ വാക്കല്ലേ. ഇതിപ്പോ കല്യാണം ആവേണ്ട ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന്. ഇനിയിപ്പോ 2 മാസമല്ല, 1 കൊല്ലം കഴിഞ്ഞാലും നീ വരില്ല. ഇനിയിപ്പോ ഇവളും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രതീക്ഷിക്കേ വേണ്ട. പിള്ളേരല്ലേ സുധി, അങ്ങനെ ഉണ്ടാവും. അവരങ്ങ എൻജോയ് ചെയ്യട്ടേനെ. എടാ മോനെ കണ്ണ, നീ അവളൊന്ന് ശ്രദ്ധിക്കണേടാ. അവക്ക് ഇങ്ങനെ നാട്ടിൻപുറത്തുനിന്ന് പുറത്തു പോയിട്ട് ശീലമൊന്നുമില്ല. ഇതിപ്പോ ഇന്ത്യയും അല്ലല്ലോ. ഞാൻ നോക്കിക്കോളാം അങ്കിൾ. എന്നാ പിന്നെ സമയം വൈകണ്ട. എടി മധു, അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയേക്കല്ലേ കേട്ടോ. നീ വല്ലാട്ട് മാറിപ്പോയി. ചെറുപ്പത്തിൽ കണ്ട പെണ്ണൊന്നല്ല. എന്ത് പറഞ്ഞാലും ഒരു കുലുക്കൂല്ലല്ലോടി നിനക്ക്. ആ, ഒരു കാര്യം പറയാം, ഞാൻ അത്ര നല്ല പുള്ളിയാളനൊന്നും അല്ല കേട്ടോ. അറിയാം. അത് നന്നായി. അപ്പോ വലിയ ഹോപ്പൊന്നും കൊടുക്കണ്ട ഈ മാരേജിന്.
കേറി വാ, ഇതാ എൻ്റെ അപ്പാർട്ട്മെന്റ്. ഓ, നമ്മുടെ അപ്പാർട്ട്മെന്റ്. നേരെ പോയി റൈറ്റിലുള്ള റൂം നീ എടുത്തു, ലെഫ്റ്റ് എന്റേതാണ്. ആ പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ട, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നിനക്ക് ഇവിടെ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് ഏതാ താല്പര്യമുള്ള ഫീൽഡ് പറഞ്ഞാൽ ഞാൻ നോക്കാം എവിടെയും കൊണ്ടുപോകും. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആ, ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ, കിച്ചണിൻ്റെ എല്ലാം ഉണ്ട്. ഞാൻ വരാൻ വൈകും, എനിക്കൊരു പാർട്ടി ഉണ്ട്, നീ കിടന്നോ. എന്തൊക്കെയായി നടക്കുന്നത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കല്യാണം ഞാൻ വിചാരിച്ച പോലെയല്ല. ബട്ട് ഐ ട്രൈ ടു മൂവ് ഓൺ. സ്റ്റിൽ എൻ്റെ ആദ്യ പ്രണയം അത് നീ തന്നെയായിരിക്കും. എന്റെ മോളെ സീൻ ചേട്ടൻ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഗേൾസ്, നിങ്ങളെന്താ ഈ പിറുപറക്കുന്നേ? എന്റെ ചേട്ടൻ, നീ അവനെ ഒന്ന് നോക്കിക്കേ. എന്നാ ലുക്കാ ചെറുക്കൻ. വെയിറ്റ്, നിങ്ങളിത് ആരെ? ഡീക്കനാണോ പറയുന്നേ? ടീക്കയോ? അതെന്നാ? അവന്റെ പേര് ധ്രുവദീക്ഷ്. ഡീക്കെന്ന് പിള്ളേരിട്ട് വരാം. അവനത്ര വെടുപ്പൊന്നല്ല. ഇതാ അവന്റെ കൂടെ വരുന്നത് അവന്റെ ഫ്രണ്ട്സും. എന്താ ആ ചേട്ടൻ്റെ കുഴപ്പം? പ്ലേ ബോയ് വല്ലതാണോ? പ്ലേ ബോയ് ആണോന്ന് ചോദിച്ചാ പെണ്ണ് പിടിയും കഞ്ചാവും ഒഴികെ ബാക്കി എല്ലാ ചെറ്റത്തരും അവന്റെ കയ്യിലുണ്ടാവും. എടാളിയാ, നീ എന്തിനാടാ ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് പോയേ? കല്യാണം കഴിക്കാൻ. വാട്ട്? നിന്റെ മാരേജ് കഴിഞ്ഞോ? അതൊക്കെ എപ്പോ? ബ്രോ, സത്യം പറ, നീ വല്ല അബദ്ധവും കാണിച്ചോ? ഒന്ന് പോടാ. I can believe this, Drew. നിന്നെ എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിനി. അവന് ഫ്ലേർട്ട് ചെയ്യാനും കമന്റ് അടിക്കാനും പെണ്ണ് വേണം. പക്ഷെ ജീവിതത്തിലൊരു പെണ്ണ് വേണ്ടെന്നെല്ലാം പറഞ്ഞ് വാചകടിച്ച ചെക്കനാ. അതൊക്കെ വിട്. ആരാടാ പെണ്ണ്? മാധുരി. ഏത്? നിന്റെ മറ്റേ കസിനാണോ? അതാര്? നിങ്ങൾക്കറിയാൻ ചാൻസ് ഉണ്ടാവില്ല. ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണ്ടെപ്പോഴോ. അതേതാടാ കുട്ടി, നമുക്കൊന്ന് കാണണമല്ലോ. സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചോട്ടുന്നേ, ഒന്ന് ഫ്രഷ് ആയി വരാം. എന്ത് തണുപ്പാ ഇവിടുത്തെ വെള്ളത്തിന്. ഇയാള്
ഇതെന്തിവിടെ മുക്കൂറ്റം കുടിച്ച് എൻ്റെ റൂമിൽ കയറി വന്നിരിക്കുന്നു. രാവിലെ ആവട്ടെ ഫോൺ ചെത്തിറങ്ങി. എന്റെ തല ഇന്നലെ കുറച്ച് ഓവറായെന്ന് തോന്നുന്നു. ഓ ഞാനിത് ഇത് ഇവളെ റൂമല്ലേ? ഇവള് സോഫയിലാണോ ഇന്നലെ കിടന്നേ? ഞാൻ ഇനി എങ്ങാനും എന്തെങ്കിലും പോകില്ല. ജീവൻ പോയേ. ഞാൻ അവളുടെ ഒരു ഉണ്ടക്കണ്ണ് മനുഷ്യനെ പേടിപ്പിക്കാൻ സമാധാനായെന്ന് എനിക്ക്. ഞാനിനി ഇവിടെ നിന്നാ ശരിയാവൂല. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? അവനെന്തിനാ അങ്ങനെ എല്ലാം പറഞ്ഞേ? വെയിറ്റ്, ആ നാറി എന്നെ എന്താ വിളിച്ചേ? ഉണ്ടക്കണ്ണിയാ? അവനെ ഞാൻ നിക്ക്, നീ എന്താ എന്നെ വിളിച്ചേ? എന്തേ കേട്ടില്ലേ? വിളിച്ചത് ഉണ്ടക്കണ്ണി. നീ പോടാ കുഞ്ഞിക്കൂന. വെയിറ്റ്, വാട്ട്? കുഞ്ഞിക്കൂനൻ? ഇത്രയും ഹൈറ്റും വെയിറ്റിലെ എന്നെ കണ്ടിട്ട് നിനക്ക് എങ്ങനാടി അങ്ങനെ വിളിക്കാൻ തോന്നിയ ഉണ്ടക്കണ്ണി? ഞാൻ എനക്ക് തോന്നിയത് വിളിക്കും. അവൻ്റെ ഒരു ഹൈറ്റും വെയിറ്റും, മീശയുമില്ല, താടിയുമില്ല, മസിലുമില്ല, ഒന്നുമില്ല. ഒരു മുരിങ്ങാക്കോല് പോലത്തെ ഒരു ശരീരവും ജിറാഫ് പോലത്തെ ഹൈറ്റും. എന്താടാ നാറി, നിനക്കെന്നെ അറിഞ്ഞൂടാ? എടി പൊടിന്നൊക്കെ നീ മറ്റവളെ പോയി വിളിക്കടാ. ഇവക്ക് പ്രാന്താണ്, നാട്ടുകാരെ ഓടി വരണേ. എന്നെ വിടടി, ഇന്നലത്തെ കെട്ടിറങ്ങിയിട്ടില്ല. അമ്മാമേ, ഇത് ഞങ്ങളാ, ജാൻവി അമലും. അമ്മാമ്മക്ക് അറിയാൻ വഴിയുണ്ടായില്ല, ഞങ്ങള് മധുവിന്റെ ഫ്രണ്ട്സ് ആണ്. ആരാ പറഞ്ഞേ? എനിക്കറിയാം. മിഴി എപ്പോഴും പറയും നിങ്ങളെ പറ്റി. നിങ്ങൾ വരുന്നും പറഞ്ഞിരുന്നു. അമ്മമ്മ ഫുഡൊക്കെ കഴിച്ചിരുന്നോ? മരുന്നൊക്കെ? ഇനി ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വരിക. കഴിച്ച മക്കളെ, ഈ വയസ്സായ എന്നെ കാണാൻ എന്തിനാ മക്കളെ ഇങ്ങനെ കയറി ഇറങ്ങുന്നേ? അവള് പറഞ്ഞതായിരിക്കും മിഴി. അമ്മാമ്മ അങ്ങനെയൊന്നും പറയാതെ, ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണോ? എൻ്റെ കൂടെ വന്നൂടെ? അവിടെയാണെങ്കിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടേക്കും ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാ? കല്യാണ തലേന്ന് വരെ ആ കുട്ടി വന്നു ഇങ്ങോട്ട്. ഇവിടെ ഇരുന്നു, കുറേ സംസാരിച്ചു. അവൻ്റെ റൂമിലായിരുന്നു മുഴുവൻ സമയവും. അവക്കിനി വരാൻ പറ്റില്ല, അവളിപ്പോ ദൂരെയല്ലേ, അതുകൊണ്ടാ ഞങ്ങളിങ്ങനെ. അല്ല അമ്മാമ്മേ, ഉണ്ണിയേട്ടന്റെ ഇതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ എത്ര കൊല്ലായി പറയുന്നു. അമ്മമ്മ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നമുക്കിതൊന്ന് നോക്കായിരുന്നു. വേണ്ട മോനെ, ഇതിപ്പോ 5 കൊല്ലായില്ലേ. അവനോട് ഈ ക്രൂരത ചെയ്തവർക്ക് ദൈവം കൊടുത്തോളും. ഞാൻ ഇനി ഈ വയസ്സാകാലത്ത് എനിക്ക് അതും കൂടെ താങ്ങാൻ വയ്യ. എനിക്കറിയാം കൂടെയുള്ളവരാ ചതിച്ചതെന്ന്. എടാ ധ്രുവേ, എവിടെയാടാ നിന്റെ പൊണ്ടാട്ടി? ആരിക്കറിയാം, കുളിക്കുമായിരിക്കും. എന്താടാ ഇറക്ക നിന്റെ മുഖത്തൊരു മ്ലാനത? അത് ഞാൻ ശ്രദ്ധിച്ചു. എന്ത് പറ്റി ധ്രുവ്? നത്തിങ്. സത്യം പറ, എന്താ സംഭവം? നീ ഇന്നലെ നല്ല ഓവറായിരുന്നു. നീ എങ്ങാനും ആ കൊച്ചിന് പോയി ചൊറിഞ്ഞോ? അമ്പട കേമാ സണ്ണിക്കുട്ട, ഇന്നലെ നിന്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ? മിണ്ടാതിരിയടാ നാറി. നീ ഇത് കണ്ട?
എടാ കൊള്ള കാമുക, ഇത് മറ്റേ സാധനല്ലേ ഹസ്കി. എടാ പൊട്ട, ഹസ്കി അല്ലടാ ഹിക്കി. വാട്ടെവർ. എന്താടി ഹെലനെ പെട്ടെന്നൊരു മൂഡ് ഓഫ് ആയ പോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കുറെ എണ്ണമുണ്ട്. വയ്യ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കാലം കുറയായി. ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല. പോടവട്ടി. എടാ മണ്ടന്മാരെ, ഇതൊന്നല്ല. ഇന്നലെ രാത്രി ബോധമില്ലാതെ ഞാൻ അവളെ റൂമിലാ കിടന്നേ. അതിന് രാവിലെ എണീച്ചപ്പോ ഞാൻ അറിയാണ്ടൊന്ന് ഉണ്ടക്കണ്ണീന്ന് വിളിച്ചു. അതിന് കിട്ടിയതാ. നിനക്കിത് കിട്ടണടാ, നിനക്കിത് കിട്ടണം. നീ എത്ര പെമ്പിള്ളേരെടാ പറ്റിച്ച്. അവളെടുത്ത് ഫ്ലേർട്ട് ചെയ്യും, പക്ഷെ അവര് പ്രപ്പോസ് ചെയ്യുമ്പോൾ അപ്പൊ അവന്റെ കാല് മാറും. എടാ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സംടൈംസ് അവള് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന മാതിരി. എന്റെ പൊന്നാളിയ, നീ പേടിക്കണം. സംഭവം എന്താന്ന് ഞാൻ നൈസായി അങ്ങ് മനസ്സിലാക്കി പറഞ്ഞുതരാം. സൈക്കോളജി പഠിച്ചതിന്റെ ഗുണങ്ങൾ ഞാൻ ഇപ്പോൾ പുറത്തെടുക്കും. അവന്റെ ഒരു സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്ര സപ്ലൈ ഉണ്ടായിരുന്നടാ, അതാദ്യം എഴുതിയെടുക്കാൻ നോക്ക്. ഇതാണോ നിന്റെ വൈഫ്? ഹായ്, ഞാൻ ജെസ്സി, ധ്രുവിന്റെ ഫ്രണ്ടാ. ഹായ്, മാധുരി. ഹെലൻ. ഞാൻ ഫെലിക്സ്. നൈസ് ടു മീറ്റ് യു. കിരൺ. മധു, ഞാൻ റയാൻ. എന്നെപ്പറ്റി ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇവൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്. ഇനി നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. റൂഫ് ടോപ്പ് ആയിരിക്കും നല്ലത്. മധു എന്താ കുടിക്കാത്തെ? ഞാൻ കഴിക്കാറില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെയല്ലേ എല്ലാം ഒന്ന്. ഫെലിക്സ്, ഇവനെ കൊണ്ട്. ചേട്ടാ അബ്ദു, നീ ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. എന്താ? എടാ നീ പറഞ്ഞത് കറക്റ്റാ. അവൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അതെനക്ക് അവളെ കണ്ടപ്പം മനസ്സിലായി. പുറത്തെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അവളുടെ ഉള്ളിൽ എന്താ ഇല്ലേന്ന് നമ്മൾ അറിയണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവളെ കൊണ്ട് കുടിപ്പിക്കണം. ഇതുവരെ കുടിക്കാത്തൊരു പെണ്ണ് കുടിച്ചു കഴിയുമ്പോൾ ഉറപ്പായും സത്യങ്ങൾ പറയും. അതെനിക്ക് ഉറപ്പുണ്ട്. മിണ്ടാതിരിയടാ, പൊട്ടത്തരം വിളിച്ചു പറയണ്ട്. അവക്ക് എന്തെങ്കിലും പറ്റിയാ ഞാനാ ഉത്തരം പറയണ്ടേ. എടാ ഈ കാര്യത്തിലൊക്കെ ഞാൻ സീരിയസ് ആണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് ബിയർ അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ മതി, അറിയണമെങ്കിലും മതി. എന്നാലും ശരി, ഓവർ ആവുന്നുണ്ടെങ്കിൽ എല്ലാം അപ്പം നിർത്തിക്കൊള്ളണം. അപ്പം മധു, താൻ നാട്ടിലായിരുന്നു പഠിച്ചത്? അപ്പൊ പുറത്തേക്കൊന്നും പോയിട്ടേ ഇല്ല? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാ. അപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങാം. മധു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് വൺസ്. ഞാൻ അവനൊന്നും പറയുകയും ചെയ്യില്ല, അവനെ നോക്കണ്ട. ഇതൊക്കെ നിന്റെ ഇഷ്ടല്ലേ. എന്നാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. മധു. ദൈവമേ, ഇവളിതെന്തടിയാന്ന് അടിക്കുന്നേ. മതി മതി എടി, മതിയടി. നീ ഏതാടാ എന്നോട് മതിയാക്കാൻ പറയാൻ? നിനക്കെന്നെ അറിഞ്ഞൂടാ, ഞാനേ വെറും കച്ചറയാണ്. മതി മതി മതി, നീ കുടിച്ചത്. ഇപ്പൊ തന്നെ എച്ചാമത്തതാ. നീ വന്നേങ്ങോട്ട്. എടാ ഫെലിക്സേ, എനിക്ക് ഞാൻ പിന്നെ തരാട്ടാ. ഈശ്വര, പണി പാളിയോ. ഗൈസ്, അപ്പൊ നമുക്ക് പോകാം. കമോൺ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എന്താടാ സംഭവം? എനിക്കൊന്നും അങ്ങോട്ട് തിരിയുന്നില്ല. ഓ, അതൊക്കെ പിന്നെ പറയാം. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് എനിക്ക് അമ്മച്ചി ചീത്ത പറയും. വേഗം വാ, വേഗം വാ. അവൻ പറഞ്ഞത് ശരിയാ, ടൈം ഒരുപാടായില്ലേ. അപ്പോ നമുക്ക് ഇറങ്ങാം. എടാ ധ്രുവ, നമ്മൾ ഇറങ്ങാം കേട്ടോ. എടാ കൊച്ചിനെ നോക്കിക്കൊള്ളേട്ടാ. ഇത് ആദ്യമായിട്ടായോണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാവും, പിന്നെ ശരിയായിക്കോളും.
അവര് പോയോ? ചേച്ചിമാരോട് പോണ്ട പറ. ഇവളെ കൊണ്ട് നീ ഇങ്ങ് വന്നേ. ഇതെങ്ങാനും അമ്മ അറിഞ്ഞ എന്നെ വെട്ടിക്കൊല്ലും. ആ ഫിലിക്സിനെ ഞാനൊന്ന് കാണുന്നുണ്ട്, അവന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ. ഇനി നാളെ ഇവളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ടാവും എന്തോ. ഉണ്ണിയേട്ടാ, ഐ മിസ് യു. ഉണ്ണിയേട്ടനോ? അതാരാ? എന്റെ പൊന്നു മോളെ, ഒന്ന് വേഗം നടക്ക്. നമുക്ക് ഇന്നാണ് ക്ലാസ്, നാളെയല്ല. എന്റെ പൊന്നു ജാൻവി, നീ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നേ? ഇത് സ്കൂളൊന്നുമല്ല, കോളേജാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇതിൽ നടക്കണം, കേട്ടല്ലോ. അല്ലാണ്ട് ഇങ്ങനെ ഈ സ്കൂളിലെപ്പോലെ ധൃതി പിടിച്ച് ക്ലാസ്സിൽ കയറിയിരുന്ന് എന്ത് പരിപാടി അതൊക്കെ? ഡീ ചെരുപ്പൂരി അടിക്കണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നു. അവളുടെ ഒരു സ്റ്റാൻഡേർഡ് കോളേജിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അവളുടെ സ്റ്റാൻഡേർഡ് പോകും പോലും ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയാൽ. തുടങ്ങിയ രണ്ടും കൂടെ രാവിലെ തന്നെ മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. ഡി, നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്നു, വേഗം നടക്കാൻ നോക്ക്. ഓ ഗായ്സ്, നിങ്ങളെത്തിയോ? എത്ര നേരമായി ഞാൻ നിങ്ങളെക്കാത്തോടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ ഇതെപ്പോഴാടി നന്നായേ? ഞാൻ അമ്മായിയോട് ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞു നീ നേരത്തെ കോളേജിൽ പോയി. പറയുന്ന പോലെ നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നേ? ഇതെന്താ രണ്ട് വഴിക്ക് വന്നേ? ഞാൻ രാവിലെ ഇവളെ വിളിക്കാൻ വേണ്ടി ഇവളെ റൂമിൽ പോയതാ. ഇവളവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. പിന്നെ ഞാൻ ഇവളെ വിളിച്ച് കുത്തിപ്പൊക്കി പോകുമ്പോ സമയം വൈകുമല്ലോ. ഇനി എനിക്കൊരു കാവകനുണ്ടേ. അത് പറഞ്ഞപ്പോഴാ അപ്പോഴെവിടെ ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നു. ഞാന് ഉറങ്ങുമായിരുന്നു. ദാറ്റ്സ് വൈ കോൾ എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വിളിച്ചപ്പോൾ കോൾ എടുക്കുന്നില്ല. എനിക്കറിയാൻ മേല. ഞാൻ രാവിലെ കെട്ടിരിങ്ങി വന്നപ്പോ അയാളെ കാണാനുമില്ല. അവിടെ എവിടെ ഉണ്ണിയേട്ടൻ്റെ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഇന്നെന്താ സമരം ഉണ്ടാവും പോലും. ക്ലാസ് ഇന്ന് ഉച്ചവരെ ഉണ്ടാവും. ഉണ്ണിയേട്ടനോ? എവിടെ? അങ്ങനെ കാണാനല്ലേ ഞാനിന്ന് വന്നത്. ഓ, പെണ്ണ് തുടങ്ങി. ഇനിയിപ്പോ ഇതിനെ പിടിച്ചാലൊന്നും കിട്ടൂല. എന്നാ പോയി പ്രപ്പോസ് ചെയ്തൂടെ എനിക്ക്? ഞാൻ ചെയ്യാത്തതാണോ? ഞാനെപ്പ പ്രപ്പോസ് ചെയ്താൽ അങ്ങയുടെ വായിൽ ആകെ ഒരു വിദ്യയുണ്ട്. നീ കുട്ടിയാ, ഇപ്പൊ തോന്നുന്നതാ ഇതൊക്കെ. അതൊക്കെ കുറച്ച് വലുതാകുമ്പോ മാറും. എവിടെ? ഇതിപ്പോ എത്ര കൊല്ലായി? ഞാനിപ്പൊ കുട്ടിയൊന്നുമില്ല, എനിക്ക് 18 വയസ്സായി. അതെ 18 വയസ്സായ മുതുക്കി ഒന്ന് നടന്നാട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും കണ്ട അത് മതി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. സമരായോണ്ട് ഇന്ന് ഉച്ചവരെയുള്ളൂ. പിന്നെ വീട്ടിൽ പോവാം. അത് പറ്റില്ല, ദേവ് ഇവിടെ അപ്പുവേട്ടനെ കണ്ടിട്ടില്ല. അതൊന്നും വേണ്ട, ഞങ്ങൾ അടിയാണ്. ഞാനൊന്നും പോയി കൊണ്ടില്ല, വേണമെങ്കിലും ഓം വന്നു കൊണ്ടട്ടെ. അടി മാങ്ങാത്തറിയും അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നീ ഒന്ന് വന്നേ. എടി കള്ള പന്നി, നിനക്ക് ഉണ്ണിയേട്ടനെ കാണാനല്ലേടി ഇപ്പൊ നീ അപ്പുവേട്ടന്റെ കാര്യം എടുത്തിരുന്നേ? ആണെന്ന് കൂട്ടിക്കോ. അപ്പോട്ടാ, ഉണ്ണിയേട്ടൻ എവിടെ? ആ വാർഡ് മെമ്പറൊക്കെ വന്ന് പ്രശ്നമാക്കാൻ ചാൻസ് ഉണ്ട്. അവനിതുവരെ വന്നില്ലേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ ഉണ്ണി, നീ ഇതെവിടാടാ? നീ ഒന്ന് വേഗം ആൽമരത്തിന്റെ അടുത്തേക്ക് വന്നേ. ഞാൻ എവിടെയുണ്ട്. വാർഡ് മെമ്പറൊക്കെ വന്ന് ഇവിടെ പ്രശ്നമാക്കുന്നാ പറയുന്നത് കേൾക്കുന്നു. നീ ഒന്ന് വേഗം വന്നേ. എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല.
എടാ അപ്പുവേട്ടാ, നിങ്ങൾ ഇവിടെ നിൽക്കണോ? എന്താടോ എന്റെ കൊച്ചിനെ നിങ്ങൾ എന്തോ പറഞ്ഞു പറ്റിച്ചെന്നൊക്കെ പറഞ്ഞേ? ഈ ദാരി കിളിക്കാൻ പറ്റിയ കൊറേ ആയല്ല കണ്ടിട്ട്. കോളേജ് തുടങ്ങിയിട്ട് ഇപ്പോഴാണോടി നീയൊക്കെ കോളേജിൽ വരുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇതല്ല മിസ്റ്റർ അരവിന്ദ് മനോഹർ. എന്റെ കുഞ്ഞുമോളെ, ഈ നിക്കണ സാധനത്തിന്റെ ഭ്രാന്താണ്. ഞാൻ അവളോട് ഒന്ന് അവിടെ കുറച്ച് സമയം കാത്തു നിൽക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞതാണ്. അപ്പക്കേക്ക് പോയോള് ചോദിച്ചിട്ട്. ഭ്രാന്ത് നിന്റെ മറ്റവക്കാടാ. അതന്നെയാ പറഞ്ഞത്. എടി ജാനു, ഈ മധു ഇത് സോൾവ് ആക്കാനാണോ ഇവളെ കൂട്ടി വന്നത്, അതോ പ്രശ്നം വഷളാക്കാനാണോ? അതിനൊന്നും അല്ല അവളെ കൂട്ടിയിട്ട് വന്നിനി. ഓളെ ഉണ്ണിയേട്ടനെ കാണാനാണ്. കണ്ടാ, ഓളെ കണ്ണുകിട മൊത്തം പെരുതുന്ന ഓനെയാണ്. അയ്യോ, ഉണ്ണിയേട്ടനെയാണ്. ഇന്ത്യയിലിത് എവിടെ പോയി കിടക്കണ്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അമ്മേ, എന്റെ തല, ഇതെന്ത് വേദനയാ. എഴുന്നേറ്റോ, എന്നാ ഈ പെയിൻ കില്ലർ കഴിക്കേ, അപ്പൊ ശരിയാവും. ഇങ്ങനെ ഉറങ്ങിയില്ലേ? ഇതെന്താ കണ്ണും മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു? അതെ, ലഞ്ചിന് ഇവിടെ ഉണ്ടാവുമോ അതോ? ഇല്ല, ഞാൻ ഇന്ന് ഇവിടെയും പോകുന്നില്ല. ഓക്കെ, എന്നാ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം. നീയൊന്ന് അവിടെ നിന്നേ. ആരായി ഉണ്ണിയേട്ടൻ? ആരും പോവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിതൊരു വൺ ഷോട്ടായി ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. സോ ഞാനിത് പാർട്ടായിട്ട് ഇടാം. ആൻഡ് മൈ കോളേജ് ലൈഫ് അപാരത ചോദിച്ചു വരുന്നവരോട് അതിൽ എന്തൊക്കെയോ മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. എപ്പിസോഡ് വേഗം തീർത്ത് കളയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും.